തരില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കുറച്ച് സാവകാശം അത്രയും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിയ ലക്ഷ്യങ്ങൾ ഒന്നിച്ചു വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആ കടങ്ങളെല്ലാം നമുക്ക് മറക്കാം. ഈ വീടും പൂക്കടയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. പകരം ഒരേ ഒരു കാര്യമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ ഇടപാട് തീർക്ക്. അതല്ലേ അതിന്റെ ഒരു മാന്യത. ആന്റി, ഞാൻ പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് ആന്റിക്ക് തോന്നുന്നില്ലേ? മോൾക്ക് തോന്നുന്നില്ലേ? ഗഗൻ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. എങ്കിൽ മര്യാദയ്ക്ക് എന്റെ കാശ് കാടോ. ഇല്ലെങ്കിൽ നാളെ ചട്ടിയും കലവും സാധനങ്ങളൊക്കെ എടുത്ത് ഞാനിങ്ങി വരും. പിന്നെ നമ്മൾ ഒരുമിച്ച് ഇവിടെ കിടന്ന് വിരകും. ഒരു യോഗ്യതയില്ലാത്ത ഒരു ഊമ പെണ്ണിനെ ഒന്നും വാങ്ങാതെ ഞാൻ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ? അപ്പൊ തനിക്കൊക്കെ ഒടുക്കത്തെ നെകളിപ്പ്. എന്നെ പോലൊരാള് അങ്ങനെ ഒരു ഔദാര്യത്തിന് തയ്യാറാവുമ്പോ തന്തയും മോളും എന്നെ പൂവിട്ട് പൂജിക്കേണ്ടതാ. അതിനു പകരം എന്നെ പുറംകാലുകൊണ്ട് തട്ടിയെറിയാന്ന് കരുതിയോ? തന്റെ ആ കൊണോ മണോ ഇല്ലാത്ത മോളെ കെട്ടാൻ ഏത് യോഗ്യം വരുമെന്നാ താൻ വിചാരിക്കുന്നേ? ഒരുത്തനും വരില്ല. വരണ്ടോ, വരണ്ട, ആരും വരണ്ട. എന്നാലും നിന്നെ പോലെ ആഭാസന് ഞാൻ എന്റെ ദേവൂട്ടിയെ തരില്ല. എങ്കിൽ മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് എന്നിട്ട് ചിലക്കടോ. ഗഗൻ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങളുടെ കാശ് ഞങ്ങൾ എങ്ങനെയെങ്കിലും തരാം. പറയുന്നൊന്ന് കേക്ക്. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അച്ഛൻ അടങ്ങ്. നാളെ നേരം വെളുക്കുമ്പോ ഇറങ്ങിക്കോണല്ല ഈ വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നത് ഞാനായിരിക്കും. പറഞ്ഞേക്കാം. എന്റെ ദൈവമേ, അവനെ പോലൊരു തെമ്മാടിക്കൊപ്പം ഇവിടെ ജീവിക്കുന്നതിലും ഭേദം വല്ല പാണത്തിനും തലവെച്ച് ചാവുന്നതാ. മടിയുടെ ശിവപ്രിയക്കുട്ടി, സന്ദീപ് അങ്കിളോ? അങ്കിളിനെ പിന്നെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ. അങ്കിളേ ലേശം ബിസി ആയിപ്പോയി മോള്. മോള് സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. അല്ല, മോളിവിടെ തനിച്ചോളോ? അല്ല, അച്ഛനുണ്ട്. അച്ഛന് ആഹാരം ഉണ്ടാക്ക. മോക്ക് മാല കെട്ടാനൊക്കെ അറിയോ? എന്നെ ദേവ് ചേച്ചിയെ പഠിപ്പിച്ചേ. അതെയോ? എന്നിട്ട് ദേവ് ചേച്ചി എവിടെ? എന്താ മോളെ, എന്തു പറ്റി? അത് ദേവ് ചേച്ചി ഇവിടെ പോയി. പോവേ? ചേച്ചി എന്തിനാ പോയേ? അതൊന്നും എനിക്ക് അറിയില്ല അങ്കിളെ. ദേവ് ചേച്ചി നല്ല സങ്കടത്തിലാ ഇവിടെ പോയത്. ദേവ് ചേച്ചി ബാഗൊക്കെ ഇട്ട് എവിടേക്കാ പോകുന്നേ? വീട്ടിലേക്കോ? എന്തു പറ്റി ചേച്ചി ഇതിലാ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നേ? ഇവിടെ താമസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെന്താ ദേവ് ചേച്ചിക്ക് ഇവിടെ വന്നാ കുഴപ്പം? ദേവ് ചേച്ചി പോകുന്ന കാര്യം വിദ്യാമ്മയോട് പറഞ്ഞോ? അപ്പോ ദേവ് ചേച്ചി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല? അത് വേണ്ട ദേവ് ചേച്ചി, നമുക്കിവിടെ വിദ്യാമ്മയുടെ കൂടെ സന്തോഷത്തോടെ കഴിയാലോ.